ഗായ്സ്, എല്ലാവർക്കും ഫിദാസ് ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതിപ്പോ ഒരു പുതിയ ചാനലാണ്. ഇനി മുതൽ നമ്മൾ ഈ ചാനലായിരിക്കും കേട്ടോ വീഡിയോ ഇടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു യെല്ലോ കളറും പിന്നെ ഒരു വൈറ്റ് കളറും ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. ഞാൻ മുറിച്ച് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ഇതിനെ കോണാക്കാൻ ഇങ്ങനെ കോണാക്കിയിട്ട് വെച്ച് മുറിക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ കോണാക്കാം. എന്നിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ മടക്കിയിട്ട് അളവെടുക്കാം. അളവെടുത്തിട്ട് നമ്മൾ കത്രികയ്ക്ക് നമുക്ക് അത് മുറിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഒരു ചതുരത്തിന്റെ ആകൃതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഈ പോർഷൻ എന്താ ഈ കാണുന്ന വരതാ ആ വരയിൽ കൂടെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. മുറിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, അളവ് തെറ്റി പോകാൻ പാടില്ലേ. മുറിച്ചെടുത്ത പീസിനെ നമുക്ക് ഇങ്ങനെ വെച്ച് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ വീണ്ടും മടക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് മടക്കുക. അങ്ങനെ നമുക്ക് ഇതൊന്ന് ഇതാക്കാം. ഇങ്ങനെ ആയിട്ട് മടക്കി എടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലായിട്ട് നമുക്ക് മടക്കി എടുക്കാം. ലാസ്റ്റ് കാണുന്ന ഈ തുമ്പ് ഭാഗത്ത് നമുക്ക് പശ പുരട്ടി കൊടുത്തിട്ട് ഈ സൈഡിനെ ഇങ്ങനെ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവേ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു ഇതിന്റെ ഷേപ്പായിട്ട് കിട്ടും. നമുക്ക് ഇങ്ങനായിട്ട് മടക്കി കൊടുക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ലെങ്ത് ഒന്ന് കുറക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോ നല്ല റൗണ്ടിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പശ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനായിട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ പശ തേച്ച ഭാഗത്ത് നമുക്ക് നമ്മൾ ഒട്ടിച്ചു വെക്കണം. അങ്ങനെ ഇതുപോലെ നമ്മൾ ഒന്നും ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇനി മറ്റേതും ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിന്റെ ഇതൊന്ന് കുറക്കാം. ഈ അധികമായിട്ട് നിൽക്കുന്ന ഈ രണ്ട് വാല് നമുക്ക് മുറിച്ചിട്ട് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും മുറിച്ച് കഴിഞ്ഞാൽ ആ വാൽ സെറ്റായി കിട്ടും. ഇതാണ്ടോ, ഇങ്ങനായിട്ട് കിട്ടും കേട്ടോ വാല്. നമുക്ക് മറ്റേ പേപ്പറും അതുപോലെ തന്നെ മറ്റേ പേപ്പറിനെയും നമുക്ക് മടക്കിയെടുക്കാം കേട്ടോ. പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി ഞാൻ ഇതൊന്നും മടക്കിയിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ ഗൈസ്, ഇതുപോലെ നമ്മൾ 4 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ള മഞ്ഞായിട്ട് 4 ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു വട്ടത്തിലൊരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിത് കൂട്ടി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം. പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കളർ പേപ്പർ എടുക്കാം. ഏതൊരു മഞ്ഞയും പിന്നെ പച്ചയൊരു കളറായിട്ടുള്ള ഒരു പിസ്ത കളറാണ് കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ഇതിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ മുറിച്ചു കൊടുക്കാതെ
നമ്മൾ ഇങ്ങനെ ഒരു ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പേപ്പറിനെ ഇങ്ങോട്ടേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചതുര ആകൃതിയിൽ കിട്ടും. നമുക്ക് ഇങ്ങനെ ചതുരാകൃതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഈ അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഇതിനെ ഇവിടെ വെച്ചിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനെ ഇങ്ങനെ മുറിച്ച പേപ്പറിനെ നമ്മൾ ഇങ്ങോട്ടേക്കായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇങ്ങനെ മടക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്കാവുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു പൂവ് ആയിട്ട് നമുക്ക് ആക്കാം. ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പൂവാണ്. എങ്ങനെ പൂവെന്ന് വെച്ചാൽ നമ്മളൊരു എന്താ പറയുക ഡയമണ്ടിന്റെ അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് ഇനി നിവർത്തി കഴിഞ്ഞാൽ ഇതാണ് ഒരു ഫ്ലവർ ആയിട്ട് കിട്ടി. അപ്പോൾ ഇനി ഞാൻ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതാ ഇത്ര പൂക്കൾ ഉണ്ടാക്കിയത് 3 പൂവാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒട്ടിക്കാൻ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ ഈ വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ടല്ലോ, ഈ വൈറ്റ് പേപ്പറിലോട്ട് ഇതൊക്കെ നമുക്ക് ഒട്ടിച്ച് വെക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മേലൊക്കെ പശ തേച്ച് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ ഒട്ടിച്ച് വെക്കാം കേട്ടോ. ഈ പേപ്പറിലോട്ടേക്ക് നമ്മൾ ആദ്യം ഒരു കളറ് ഒട്ടിച്ചതിന് ശേഷമാണ് പിന്നീടാട്ടോ നമ്മൾ വേറെ കളറിൽ ഒട്ടിക്കാൻ പോണത്. ഇനി നമുക്ക് വേറെ വെള്ളയിലോട്ടും പശ ആഡാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും ഒട്ടിച്ചെടുക്കാം. ഇത് നമ്മളെ എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാട്ടോ. നമ്മൾ വൈറ്റ് ഒരു സൈഡിൽ പിന്നെ മഞ്ഞ ഒരു സൈഡിൽ അങ്ങനെ ആയിട്ടാട്ടോ ഒട്ടിക്കണത്. ഒരു സൈഡിലോട്ടായിട്ട് നമുക്ക് ഇതിനെ ഒട്ടിച്ചെടുക്കാം. ഇതാട്ടോ, നമുക്ക് ഇതിനെ ഇപ്പൊ നമ്മൾക്ക് ഒരു പൂമ്പാറ്റയുടെ ആകൃതിയിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇനി ഇതിനെ നമുക്ക് എന്താ നമ്മളുടെ ഈ സാധനങ്ങൾ ഒട്ടിച്ച് റെഡിയാക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ പശയിട്ട് ഈ സൈഡിൽ കൂടെ ഒന്ന് ഒട്ടിച്ചിട്ട് ഫില്ലാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നുണ്ടായില്ലാട്ടോ ഒരു പൂമ്പാറ്റയുടെ ആകൃതി വരുള്ളൂ. ഇത് നമ്മൾ പൂവായിപ്പോൾ നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു പൂമ്പാറ്റയുടെ ആകൃതിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇങ്ങനെ ആട്ടോ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി പൂക്കൾ ഒട്ടിക്കാം. നമ്മൾ ആദ്യം ഒരു കൂടുതൽ പശ തേക്കുന്നുണ്ട്. എന്നിട്ട് അതിന് നമ്മൾ നടുവിൽ കൊടുന്നിട്ട് നടുവിൽ ഓട്ടയിൽ കൊടുന്നിട്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പൂമ്പാറ്റ കേട്ടോ. എങ്ങനെയുണ്ട്, രസമുണ്ടോ, കമൻറ്റ് ചെയ്യട്ടോ. ഇതിൻ്റെ മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ച വേറൊരു പൂമ്പാറ്റ ഉണ്ട്. ഞാൻ പറയാം. പൂമ്പാറ്റയാണ് ഞാൻ ഇതിന്റെ മുമ്പ് ഉണ്ടാക്കിയ പൂമ്പാറ്റ കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പൂമ്പാറ്റകൾ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.